വിശ്വനാഥൻ സൺസ്. കുടുംബ ബന്ധങ്ങളുടെ സങ്കീർണതയും തിരക്കഥയിലെ പതർച്ചയും ലക്കി ഭാസ്കർ എന്ന് പറയുന്ന വൻ വിജയത്തിന് ശേഷം വെങ്കി അഡ്ലൂരിയുടെ സംവിധാനത്തിൽ സൂര്യ, മമിത ബൈജു എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ വിശ്വനാഥൻ സൺസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഹൈ പ്രൊഫൈൽ കുടുംബത്തിലെ കഥ, സ്വന്തം വാരിസ് ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്ന ഒരു മകന്റെ നെട്ടോട്ടം, അതിനോടൊപ്പം തന്നെ 22ഉം 42ഉം പ്രായ വ്യത്യാസമുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കഥാസന്ദർഭങ്ങൾ, ഇവ പരസ്പരം ചേർത്ത് വച്ചാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. മികച്ച ആദ്യ പകുതി തമാശകളും സിനിമയുടെ ആ ഒരു രസകരമായിട്ടുള്ള കുറേ മമിതയും അതോടൊപ്പം തന്നെ രാധിയും തമ്മിലുള്ള രംഗങ്ങൾ ആദ്യ പകുതിയിൽ ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ മടുപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൂര്യ തന്റെ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള സഞ്ജു എന്ന ഗൗരവക്കാരനുള്ള കഥാപാത്രത്തെ സൂര്യ വളരെയധികം മാസായിട്ടും പക്വതയോടുകൂടി ക്ലാസ് ലുക്കിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വൈകാരിക രംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെയധികം ഹൃദയസ്പർശിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മമിത ബൈജു എനർജിക്കും ക്യൂട്ടുമായിട്ടും മമിതയുടെ പിന്നെ ആദ്യ പകുതിയിലെ കുറെ കൈയടിക്കുന്ന കുറെ മൂവ്മെന്റുകളും രാധികയും അത് അമ്മ വേഷം നന്നായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക വശങ്ങൾ നോക്കുമ്പോൾ ജി വി പ്രകാശ് കുമാറിന്റെ പശ്ചാത്തല സംഗീതം വളരെയധികം ഗംഭീരമായിട്ടുണ്ട്. പാട്ടുകൾ നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട്. ഇതിന്റെ നെഗറ്റീവ് ഘടകങ്ങളിൽ നോക്കുമ്പോൾ ഒരു 22-42 വയസ്സ് പ്രായവ്യത്യാസമുള്ള കേന്ദ്ര കഥാപാത്രങ്ങൾക്കിടയിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തിരക്കഥാകൃത്ത് ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്.